ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 8 വർഷം മുന്നെയാണ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് കമ്പനി പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള സ്പോർട്ടി ഇലക്ട്രിക് ബൈക്സ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലെത്തുന്നത്. അവരുടെ ഫ്യൂച്ചർ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പല പ്രമുഖ കമ്പനികൾ പോലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വന്നു. അങ്ങനെയുള്ളൊരു പ്രമുഖ കമ്പനിയാണ് ടി വി എസ് ഏകദേശം $15 മില്യൺ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനു കൂടുതൽ പറയണം, നമ്മുടെ കേരളത്തിലെ പ്രമുഖ നടൻ്റെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫ്യൂച്ചർ കൺസെപ്റ്റും കാര്യങ്ങളും കേട്ടിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഇത് ദുൽഖറിൻ്റെ കമ്പനി എന്നും പറഞ്ഞറിയുന്നുണ്ട്. യെസ്, അൾട്രാ വയലറ്റ് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് ബൈക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏക കമ്പനി. അൾട്രാ വയലറ്റ് F77 ആണ് അവരുടെ ഏറ്റവും പെർഫോമൻസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ ബൈക്ക്. ബട്ട് ഈ ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് നമ്മുടെ കേരളത്തിലൊന്നും കൂടുതലായിട്ട് വ്യാപിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇതിൻ്റെ പ്രൈസ് തന്നെയാണ് ഹൈലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോട്ടോർ ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് അവർ ഇൻട്രൊഡക്ടറി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് 4 to 5 lakhs ഒക്കെയാണ്. അതായത് ഒരു സാധാരണക്കാരനൊന്നും അഫോർഡ് ചെയ്യാൻ കഴിയാത്ത പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് കൂടുതലായിട്ട് ഈ വെഹിക്കിൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ വർഷം അവർ ലോഞ്ച് ചെയ്യുന്നത് 2 കിഡിലൻ പ്രൊഡക്ട്സ് ആണ്. അൾട്രാ വയലറ്റ് ടെസ്സർ ആക്ട് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറും അൾട്രാ വയലറ്റ് ഷോക്ക് വേവ് എന്ന് പറയുന്ന ഒരു ഓഫ് റോഡ് മോട്ടോർ സൈക്കിളും. ഡിസൈൻ വൈസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെസ്സർ ആക്ട് എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് സ്കൂട്ടർ നമ്മളെ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റുകളിൽ വെച്ചിട്ട് ഇതുവരെ ഇറങ്ങാത്ത പോലുള്ള ഒരു സ്പെഷ്യൽ സ്പോർട്ടി ടാക്സി സ്കൂട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ. ഇതുവരെയും ഒരു ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ നൽകാത്ത ഫീച്ചേഴ്സ് കൊണ്ടാണ് ഈ കമ്പനിയുടെ വരവ്. അതായത് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ നൽകിയിട്ടുണ്ട്. ഈ ക്യാമറയിലാകട്ടെ റഡാർസ് നൽകിയിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഫ്രണ്ട് റഡാർ ഐസ് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർസ് ആണ്. എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അലേർട്സ് ആയിട്ട് നൽകുന്നതാണ്. ഓംനിസെൻസ് സൈഡ് മിറേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ആയിട്ടുള്ള സൈഡ് മിറേഴ്സ് ആണ് ഈ വെഹിക്കിളിന് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സൈഡിലൂടെയൊക്കെ ഭയങ്കര സ്പീഡിൽ ഏതെങ്കിലും വെഹിക്കിൾസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അലേർട്സ് തരും. അതുപോലെ തന്നെ നമ്മൾ കണ്ണിൽ കാണാത്ത ബ്ലൈൻഡ് സ്പോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അലേർട്സ് ആയിട്ട് വാർണിംഗ് നൽകുന്നതാണ്. അടുത്തൊരു സിസ്റ്റം ഈ വെഹിക്കിളിനുള്ളത് ഒരു ഫുൾ സർക്കിൾ റഡാർ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഈ വെഹിക്കിളിന് ചുറ്റും എന്തെങ്കിലും ബ്ലൈൻഡ് സ്പോട്ടോ വല്ല ഒബ്സ്റ്റക്കിൾസും നമ്മളെ വണ്ടിയിൽ തട്ടാൻ വരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അലേർട്സ് ആയിട്ട് നൽകുന്നതാണ്. ആ ഒരു ഫീച്ചറിന് പറയുന്നത് അറാസ് 360 എന്നാണ്. ബാക്ക് സൈഡിലും റഡാർ കൊടുത്തിട്ടുണ്ട്, റിയർ റഡാർസ്. ഈ റഡാർസ് നമുക്ക് തരുന്ന അലേർട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ഏതെങ്കിലും വെഹിക്കിൾ ക്ലോസ് കാളായിട്ട് നമ്മളെ വെഹിക്കിളിലോട്ട് തട്ടാൻ വരുന്നുണ്ടെങ്കിൽ ആ അലേർട്സ് ഒക്കെ നമ്മളെ വെഹിക്കിളിൽ അറിയിച്ചുകൊണ്ടേയിരിക്കും. ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ക്യാമറ സാധാ റെക്കോർഡിംഗ് ഡാഷ് ക്യാമറയല്ല, ഇറ്റ്സ് എൻ ഇൻ്റലിജൻസ് ക്യാമറ. ഈ ക്യാമറ വെതർ ഏതാണെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ വെഹിക്കിൾ പോകുന്ന റോഡിൻ്റെ ടെറൈൻ ഏതാണെന്നുള്ളത് മനസ്സിലാക്കും. അതിനുശേഷം നമുക്ക് മാക്സിമം കൺട്രോൾ കിട്ടുന്ന തരത്തിലോട്ട് വെഹിക്കിളിൻ്റെ എല്ലാ കാര്യങ്ങളെയും ട്യൂൺ ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി തരും. ഈ അലേർട്സ് ഒക്കെ തരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഹാൻഡിൽസിലോട്ടായിരിക്കും ഒരു ഹാപ്റ്റിക് ഫീലിങ്സ് നൽകുക. പെട്ടെന്ന് നമുക്കൊന്ന് അലേർട്ടാവും. നമ്മൾ വെഹിക്കിൾ ഓടിക്കുന്ന ആൾക്ക് മനസ്സിലാവും എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹാൻഡിലോട്ട് ഒരു വൈബ്രേഷൻ പോലുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുന്നതോടുകൂടെ പെട്ടെന്ന് നമുക്ക് ആ ഒരു പ്രശ്നത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റവും ഈ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു 7 inch ലാർജ് TFT ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അതിലാണെങ്കിൽ അൾട്രാ വയലറ്റിൻ്റെ AI കണക്ടിവിറ്റി സ്യൂട്ടും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കീലെസ് ആക്സസ് നൽകിയിട്ടുണ്ട്, പാർക്ക് അസിസ്റ്റ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ക്രൂയിസ് കൺട്രോള്, നാവിഗേഷൻ, മ്യൂസിക് കൺട്രോള്. ഈ പറഞ്ഞ ഫീച്ചേഴ്സോടുകൂടെ 34 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വെഹിക്കിളിൽ വരുന്നത്. 14 ഇഞ്ചിൻ്റെ അലോയ് വീൽസും വരുന്നുണ്ട്. ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോളും നൽകിയിട്ടുണ്ട്. ഈ വെഹിക്കിളിൻ്റെ പവർ വരുന്നത് 20 bhp ആണ്. 0 മുതൽ 60 വരെ അച്ചീവ് ചെയ്യാൻ ഈ വെഹിക്കിളിനാകെ 2.9 seconds മതി. 3 ബാറ്ററി വേരിയൻസിലാണ് ഈ വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. 3.5 kW, 5 kW, 6 kW. അതായത് ടെർസാക്ട് 3.5 എന്ന് പറയുന്ന വേരിയൻറ്റിൽ പറയുന്ന IDC റേഞ്ച് 162 കിലോമീറ്റർ ആണ്. ടെർസാക്ട് 5 എന്ന് പറയുന്ന വേരിയൻറ്റിൽ IDC റേഞ്ച് പറയുന്നത് 220 കിലോമീറ്ററും. എന്നാൽ ടെർസാക്ട് 6 എന്ന് പറയുന്ന ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരുന്ന IDC റേഞ്ച് 261 കിലോമീറ്റർ ആണ്. 8 വർഷമോ അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ ആണ് ബാറ്ററിക്ക് അവർ നൽകുന്ന വാറണ്ടി. 4 കളർ വേരിയൻസിലാണ് ഈ വെഹിക്കിൾ ഇറങ്ങുന്നത്. ഡെസേർട്ട് സാൻഡ്, സോണിക് പിങ്ക്. ഈ സോണിക് പിങ്ക് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. സോളാർ വൈറ്റ്, സ്റ്റെൽത്ത് ബ്ലാക്ക്. ഇത്രയും ഫീച്ചേഴ്സോട് കൂടി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ
അൾട്രാ വയലറ്റ് ഇറക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈസും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അത്രയും വലിയൊരു പ്രൈസ് ആയിരിക്കും എന്നുള്ളത്. കാരണം അവരുടെ F77 ഒക്കെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യത്തിലധികം പ്രൈസ് ഉണ്ട്. എന്നാൽ ഇവിടെ മാർക്കറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വില അത്ര ഒന്നും ഇല്ല. 1,45,000 എക്സ്-ഷോറൂം പ്രൈസിലാണ് ഈ വണ്ടിയുടെ ഇൻട്രോഡക്ടറി പ്രൈസ് ആയിട്ടുള്ള ടെർസാക്ട് 3.5 അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആദ്യം ഓർഡർ ചെയ്യുന്ന 10,000 പേർക്ക് ഈ വെഹിക്കിള് 1,20,000 രൂപക്ക് ഡിസ്കൗണ്ട് പ്രൈസ് ടാഗോടുകൂടി കിട്ടും എന്ന് പറയുന്നുണ്ട്. അടുത്ത കിടിലൻ പ്രൊഡക്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അൾട്രാ വയലറ്റ് ഷോക്ക് വേവ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡ് മോട്ടോർ സൈക്കിളാണ്. 120 കിലോഗ്രാമാണ് ഈ വെഹിക്കിളിൻ്റെ ഭാരം വരുന്നത്. 120 km/h ആണ് ഈ വെഹിക്കിളിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. 0 മുതൽ 60 വരെ ഈ വെഹിക്കിളിന് അച്ചീവ് ചെയ്യാൻ വെറും 2.9 സെക്കൻഡ് മതി. 165 km ആണ് കമ്പനി പറയുന്ന IDC റേഞ്ച്. ഫ്രണ്ട് സൈഡിൽ ഓഫ് റോഡ് ക്യാപ്പബിലിറ്റീസോട് കൂടിയ 19 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് നൽകിയിട്ടുള്ളത്. അവിടെ 200 mm സസ്പെൻഷൻ ട്രാവൽ നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ 17 ഇഞ്ചിൻ്റെ റിയർ വീലാണ് നൽകിയിട്ടുള്ളത്. 180 ഓഡ് mm സസ്പെൻഷനാണ് റിയർ സൈഡിൽ നൽകിയിട്ടുള്ളത്. ഈ വണ്ടിയുടെ പീക്ക് പവർ വരുന്നത് 14.5 HP ആണ്. 505 Nm ടോർഗും വരുന്നുണ്ട്. അതായത് അൾട്രാ വയലറ്റ് F77 അതേ ടോർഗാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അൾട്രാ വയലറ്റ് F77 എന്ന് പറയുന്ന വെഹിക്കിള് കുറച്ച് ബൾക്കി ആയിട്ട്, അതായത് വെയിറ്റ് ഉള്ള വെഹിക്കിളാണെന്ന് പറയാം. എന്നാൽ ഈ പറയുന്ന വെഹിക്കിൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ്. അപ്പോൾ ഇത്രയും ടോർഗ് ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഹിക്കിളിനൊക്കെ വരുമ്പോൾ അത്രയും ഫണ്ണായിരിക്കും ഇത് യൂസ് ചെയ്യാൻ. ഈ വെഹിക്കിളിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് കമ്പനി പറയുന്നത് 1.75 lakhs ആണ്. എന്നാൽ ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന 1000 കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് റേറ്റ് ആണ് കിട്ടുന്നത്. 1.49 lakhsന് വെഹിക്കിൾ കിട്ടുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.